നമ്മുടെ കുട്ടികളോട് ഒരു കാരണവശാലും അമിതമായ ദേഷ്യത്തിൽ സംസാരിക്കരുത്, ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാലുണ്ടാകുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ പറയാം. ഒന്നെന്ന് പറയുന്നത്, പിന്നീട് ആ കുട്ടികൾ ഒരിക്കലും ഒരു രഹസ്യവും ഒരു കാര്യവും നിങ്ങളോടൊന്നും പറയില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഭയമായിരിക്കും, ഉള്ളിലൊരു പേടിയായിരിക്കും. ഇത് പറഞ്ഞാൽ വീണ്ടും ദേഷ്യപ്പെടുമോ, ഇത് പറഞ്ഞാൽ അതിൻ്റെ ദേഷ്യം എൻ്റെ അടുത്ത് വെച്ച് നടക്കുമോ, ഇങ്ങനൊരു ഭയം കൊണ്ട് അവരൊരിക്കലും പിന്നീട് ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെങ്ങനെയാണോ ചെറിയ കുട്ടികളോടാണെങ്കിൽ അവരോട് ഭയങ്കര കയർത്തിട്ടും ദേഷ്യത്തിനും സംസാരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അവർ പിന്നീട് നിങ്ങളോട് സംസാരിക്കുക. അവരുടെ സിബ്ലിങ്സിനോട്, മറ്റ് കൂടപ്പിറപ്പുകളായ ഏട്ടനോ അനിയനോടൊക്കെ അവർ ഇതേ രീതിയിൽ ദേഷ്യത്തിൽ സംസാരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദേഷ്യത്തിൽ നിങ്ങൾ സംസാരിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും നിങ്ങൾ പറയുന്നത് പോലും അവർ ചെവിക്കൊള്ളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര കണ്ട് നിങ്ങൾ ദേഷ്യം കൂട്ടുന്നോ അതിനനുസരിച്ച് അവരുടെ സ്വഭാവം മോശമാകും. എപ്പോഴും ഓർക്കുക, നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ദേഷ്യമായിരിക്കും നിങ്ങളെ വിജയിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളൊന്ന് ഉറപ്പിച്ചപ്പോൾ നന്നായിട്ട് നിന്നോടാ പോകാൻ പറഞ്ഞതൊക്കെ പറഞ്ഞ് കണ്ണുരുട്ടി പേടിപ്പിച്ച് ഓടിച്ച് വിട്ടിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ അതായിരിക്കും ഗുണം ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ നിരന്തരം അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെന്ന പാരൻ്റ് പരാജയത്തിലേക്ക് പോകുന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.